ഇത് കോടിക്കണക്കിന് രൂപയുടെ തടികളാണ് അവിടുന്ന് ഇവിടെ വരെ വെട്ടി നശിപ്പിച്ചിട്ടേക്കണത്. സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് വീഡിയോ എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോട്ട് ചെയ്യാൻ പോകണം. നമ്മൾ മൂവാറ്റുപുഴയല്ല ഇപ്പൊ താമസിക്കുന്നത്. നമ്മുടെ വോട്ട് അടിമാലിയുടെ അടുത്താണ്, കല്ലാർകുട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെയാണ് നമ്മുടെ വീട്. അപ്പൊ അതേ വോട്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ ഫാമിലിയായിട്ട് തന്നെ പോവാണ്. അപ്പൊ നമ്മളിപ്പോ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലാണ് ഉള്ളത്. അപ്പൊ അതായത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിമംഗലം തൊട്ട് വാളറ വരെയുള്ള റോഡ് വളരെ ശോചനീയാവസ്ഥയിൽ കിടക്കുകയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുത്തന്റെ കഴപ്പം മൂത്ത് ചെയ്ത പരിപാടിയാണ് സംഭവം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് സ്റ്റേ ഓർഡർ മേടിച്ചാണ് വഴിയുടെ ഇത് കിടക്കണേ. ഇതുവരെ കുറച്ചാൾ മുമ്പ് പറഞ്ഞിട്ടോ സ്റ്റേ ഓർഡർ ഒക്കെ മാറിയിട്ട് വഴി പണിയാൻ തുടങ്ങുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താണെങ്കിലും ഇപ്പൊ അത് കഴിഞ്ഞിട്ട് 2-3 മാസമായി. വഴിപണി തുടങ്ങിയിട്ട് 6 മാസത്തിന് മേളിലായി. വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് കാണുന്നത്. ഇന്ത്യക്ക് അകത്തും പുറത്തുള്ള ആളുകളെ മൂന്നാർ അതുപോലെ തന്നെ ടൂർ തന്നെ ഹൈറേഞ്ചിലേക്ക് കയറുന്ന ആൾക്കാർക്ക് വളരെ അപകടം നിറഞ്ഞ രീതിയിലും റോഡുകൾ കാണിച്ചു വെച്ചേക്കണം. അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് രൂപയുടെ തടികൾ വെട്ടി മാറ്റിയതിന് ശേഷമാണ് ഈ സ്റ്റേ ഓർഡർ കൊടുത്തേക്കുന്നത്. അപ്പൊ വഴിയുടെ അവസ്ഥയും കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയിൽ കാണിച്ചു തരാം. നേരിമംഗലം പാലത്തിന് തൊട്ട് മുമ്പായിട്ടുള്ള പണികളൊക്കെ തകൃതിയായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതേ പാലത്തിന്റെ കാലുകൾ വാർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോൺക്രീറ്റിന് വേണ്ടിയിട്ടുള്ള മറ്റ് സംവിധാനങ്ങളൊക്കെ ചെയ്ത് തീർന്നിട്ടുണ്ട്. ഇതേ നോക്ക്, വലിയ അപകടം നിറഞ്ഞ രീതിയിലാണ് കേട്ടോ ഇവര് റോഡിന്റെ സൈഡിൽ നിന്ന് മണ്ണെടുത്ത് മാറ്റിയിരിക്കുന്നത്. ഇതുണ്ടോ, മാസങ്ങൾക്ക് മുമ്പ് ഈ വഴിയുടെ പണിക്ക് സംഭവം ഇടിഞ്ഞ് ചാടിയേക്കണാണ്. ഇടിഞ്ഞ് ചാടിയേക്കണ അവർ ഇതുവരെ മാറ്റിയിട്ടില്ല. അത് തന്നെയല്ലാതെ ഈ സൈഡിലേക്കൊക്കെ നോക്കി, ഇതുണ്ടോ ഈ സൈഡിൽ കൂടെ വണ്ടി പോയി കാര്യങ്ങൾ വെച്ച് റോഡ് ശരിക്കും ഇരുന്നിട്ടുണ്ട്. റോഡിന് സുഗമമായ യാത്രയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും കൂടെ ഒന്ന് സഹകരിക്കേണ്ടതാണ് കേട്ടോ. ഒരു 80% റോഡിന്റെ പണി തീർന്നു കഴിഞ്ഞപ്പോഴാട്ടോ ഇവനത് സ്റ്റേ കൊടുത്തത്. ഇവന് ഇത്ര നാളത് എവിടെയായിരുന്നു നോക്കുക. ഇത്ര ഒരു 80% മേളിൽ അതിന്റെ പണികൾ തീർന്നു. അതുപോലെ തന്നെ അവിടെ മണ്ണ് ഇട്ടിട്ടില്ല. ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകുന്ന ഒരു സ്ഥലമായിരുന്നു. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ടോറസ് ഇതിന്റെ മേളിൽ കയറി ഇരിക്കുമായിരുന്നു. ഈ വഴി മൊത്തം നശിച്ച് നാരായണക്കല്ല് പിടിച്ചെടുത്താണ്. അതായത് നേരിമംഗലം മുതൽ ഒരു 20 കിലോമീറ്റർ അടുത്തുണ്ട് കേട്ടോ വാളറ വരെ. പക്ഷെ വളരെ കൂടുതൽ ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലം മാത്രമേ നമ്മൾ കാണിച്ചിട്ടുള്ളൂ. ഇത് നോക്കി, ഇത്രയും അടുത്താണ്. ഒരു 2 ഓട്ടോറിക്ഷ വന്നു കഴിഞ്ഞാൽ വീതിയില്ല. കാരണം ഇതിലുണ്ട്, ഇത് വെച്ചിരുന്ന ഗേഡറൊക്കെ താഴേക്ക് പല തവണ വണ്ടികൾ തട്ടി താഴേക്ക് വിട്ടാക്കണതാണ്. അതുകൊണ്ടായിരിക്കും അപകടം ഉണ്ടാകാതെ പോയിരിക്കുന്നത്. ഇത് നോക്കി, കോടിക്കണക്കിന് രൂപയുടെ തടികളാണ് അവിടുന്ന് ഇവിടെ വരെ വെട്ടി നശിപ്പിച്ചിട്ടേക്കണത്. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതുപോലെ തന്നെ ഒരു 80% പണിയും തീർന്നു കഴിഞ്ഞപ്പോഴാണ് ഈ സ്റ്റേ കൊടുത്തത്. അത് എന്തിനാന്ന് ഇതുവരെ നമുക്ക് മനസ്സിലാകുന്നില്ല. ഇത് നോക്കി, എത്ര ലക്ഷം രൂപയുടെ ഇതുണ്ടോ പുസ്തു വരിക്കുന്നുണ്ടോ, എത്ര ലക്ഷം രൂപയുടെ തടികളാണ് വെറുതെ നശിച്ചു പോയിരിക്കുന്നത്. അകപ്പാടെ ജനങ്ങൾക്ക് ഒരു ഉപകാരപ്രദമായ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് സൈഡില് മറിഞ്ഞു വീഴാനായിട്ടിരുന്ന മരങ്ങളൊക്കെ എന്താണേലും അത് ആദ്യം തന്നെ വെട്ടി മാറ്റിയുണ്ട്. അത് മാത്രമാണ് ഒരു ഉപകാരപ്രദമായിട്ട് എനിക്ക് തോന്നി. ഏറ്റവും അപകടം നിറഞ്ഞ മറ്റൊരു സ്ഥലമാണ് ഇത്. 2 പ്രാവശ്യം ഇവിടെ 2 ബസ് താഴേക്ക് പോയ സ്ഥലമാണ്. അപ്പൊ ഈ വഴിയുടെ അവസ്ഥയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് തരുന്നു. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുട്ടോ. നമ്മുടെ ഈ വഴിക്ക് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവുമല്ലോ നോക്കാം. അപ്പൊ എന്നെ കഴിയുന്ന രീതിയിൽ ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം